ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി ലേണിംഗ് അക്കൗണ്ടൻസി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഞാൻ അശോക് കുമാർ. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഈ CBSE നമ്മുടെ ഫസ്റ്റ് ടേം എക്സാം, നവംബർ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്ന ഫസ്റ്റ് ചാപ്റ്ററായ ഫണ്ടമെൻ്റൽസ് ഓഫ് പാർട്ണർഷിപ്പാണ്. ഇതിനകത്ത് നമുക്ക് ഈ ഫസ്റ്റ് ടേം മോഡൽ ക്വസ്റ്റ്യനകത്ത് പ്രതീക്ഷിക്കുന്നത് ടോട്ടൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണ നമുക്ക് വരുന്നത് ഈ അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് ഫേം, അതിനകത്ത് ഫണ്ടമെൻ്റൽസ്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഇതിൽ എല്ലാം കൂടി ടോട്ടൽ 18 മാർക്സാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യനകത്ത് സിലബസിനകത്തുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ആദ്യത്തെ നമ്മൾ ഓരോ സീരിയസ് ആയിട്ട് 1 by 1 ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ ഫണ്ടമെൻ്റൽസ് ഓഫ് പാർട്ണർഷിപ്പാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ CBSE നവംബർ എക്സാം എഴുതുന്ന എല്ലാ അക്കൗണ്ടൻസിയുടെ എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും 100% പ്രയോജനകരമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫണ്ടമെൻ്റൽസ് ഓഫ് പാർട്ണർഷിപ്പ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ MCQയിൽ ഫസ്റ്റ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ റിലേഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് വിത്ത് എ ഫേം ഈസ് ദാറ്റ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ, പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ ഇതെല്ലാം ക്ലിയറാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് അല്ലേ. അപ്പോൾ ആ പാർട്ണർഷിപ്പിനകത്ത് ഒരു പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ആൾ വൺ ടൈം ഈസ് ദ ഓണർ, ഓൺ ദി അതർ ഹാൻഡ് ആസ് എൻ ഏജൻറ്റ്. രണ്ട് കാര്യവും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓണർ ആൻഡ് ഏജൻറ്റ്. റിലേഷൻ ഓഫ് എ പാർട്ണർ വിത്ത് എ ഫേം ഈസ് ദാറ്റ് ഓഫ് ഓണർ ആൻഡ് അൻ ഏജൻറ്റ്. ബിക്കോസ് ബിസിനസ് കാശ് മുടക്കുന്നുണ്ട്, അതുപോലെ ദേ ക്യാരീഡ് ഓൺ അല്ലേ. ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് ക്യാരീഡ് ഓൺ ബൈ ആൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഒരാളോ ഒക്കെ ചെയ്യാം. അതുകൊണ്ടാണ് ഇത് ഈസ് എ കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ, വാട്ട് ഷുഡ് ബി ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ ടു ഫോം എ പാർട്ണർഷിപ്പ്. മിനിമം നമുക്ക് 2 ആണ്. The number of partners in a partnership firm may be maximum നമുക്ക് 100 വരെ ആകാം. അതുപോലെ ലൈബിലിറ്റി ഓഫ് എ പാർട്ണർ ഈസ് അൺലിമിറ്റഡ് ആണ്. ലൈബിലിറ്റി ഓഫ് എ പാർട്ണർ അൺലിമിറ്റഡ് ആണ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് എ പാർട്ണർഷിപ്പ്. ദർ മസ്റ്റ് ബി ആൻ എഗ്രിമെൻറ്റ്, മസ്റ്റ് ബി എ ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ഫോർ പ്രോഫിറ്റ് അല്ലേ. ഇതെല്ലാം ബിസിനസ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ ആൾ. എല്ലാവരും കൂടി ബിസിനസ് നടത്തുന്നുള്ള കമ്പൽസറി അല്ല. എല്ലാവരും ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ വർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ഫീച്ചേഴ്സിൻ്റെ പാർട്ണർഷിപ്പ് ഫേം എന്നത് 2 or more persons carrying common business under an agreement. They are sharing profits and losses in fixed ratio. Business is carried on by all or any of them acting for all as an agent. All of the above. ഓക്കെ, ഇവിടെ നമ്മൾ കറക്റ്റ് ആൻസർ D തന്നെയാണ്. എല്ലാം പാർട്ണർഷിപ്പിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദ ഫോളോയിങ് ആർ ദ എസെൻഷ്യൽ എലിമെൻറ്റ് ഓഫ് എ പാർട്ണർഷിപ്പ് എക്സെപ്റ്റ്. എസെൻഷ്യലാണ്, പക്ഷേ ഒന്നൊഴിച്ച് ബാക്കിയുള്ള എല്ലാം എസെൻഷ്യലാണ്. അറ്റ്ലീസ്റ്റ് 2 person, ദാറ്റ് ഈസ് മസ്റ്റ് ആണ്. ദർ ഈസ് ആൻ എഗ്രിമെൻറ്റ്, ദാറ്റ് ഈസ് ആൾസോ റിക്വയർഡ്. ഈക്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഈസ് ഫോർ സം ബിസിനസ്. അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ C. ഇവിടെ പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ച് എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ചെയ്യണമെന്ന് കമ്പൽസറി ഒന്നുമില്ല. ഇത് ആബ്സെൻസ് ഓഫ് ഡീഡ്, പാർട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ ഈക്വലായിട്ട് ആക്ട് പ്രകാരം ഈക്വൽ സ്പെസിഫൈ ചെയ്യുന്നേ ഉള്ളൂ. അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കമ്പനി ദേ ക്യാൻ എഗ്രീഡ് റേഷ്യോ ദേ ക്യാൻ ഫിക്സ് ഇൻ പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ അത് പ്രകാരം ഷെയർ ചെയ്യാം. ഇതാണ് ഇതിലെ കറക്റ്റ് ആൻസർ C. അടുത്തത്, വെൻ ഈസ് ദ പാർട്ണർഷിപ്പ് ആക്ട് ഈസ് ഇൻഫോഴ്സ്ഡ് അല്ലേ. നമുക്ക് ആക്ട് എപ്പോഴാണ് ബാധ്യതമാകുന്നത്? അപ്പോൾ നമുക്ക് റിട്ടേൺ ഡീഡ് ഇല്ലാത്തൊരു സാഹചര്യം വരുന്നു, പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ഏത് കണക്ട് ചെയ്യും? ആ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമുള്ള. അപ്പോൾ ഡീഡ് ഇത് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ അതിനകത്ത് ടെക്സ്റ്റിനകത്തൊക്കെ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, റൂൾസ് ടു ബി ഫോളോഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് നമ്മൾ ഉണ്ടാക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഡീഡ് സൈലൻ്റോ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ട് 4 കാര്യമാണ്. ഒന്ന്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിരിക്കണം. പിന്നെ പാർട്ട്നേഴ്സ് ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള ഒന്നും എടുക്കാൻ പാടില്ല. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലോണിൻ്റെ കേസ് മാത്രം TD പറഞ്ഞാലും ഇല്ലെങ്കിലും 6% ഇൻട്രസ്റ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, പാർട്ട്നേഴ്സ് ആരെങ്കിലും അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പാർട്ണർഷിപ്പ് ആക്ട് എൻഫോഴ്സ്. അടുത്തത്,
In the absence of partnership, the interest is allowed on partner's capital. No interest is allowed. In the absence of partnership deed, the allowable rate of interest on loan, allowable rate of interest on loan, ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കുമ്പോൾ 6% എന്ന് മനസ്സിലാകും. പക്ഷേ ഈ 4 വെറൈറ്റി കാണുമ്പോൾ അല്ലെങ്കിൽ 4 നമുക്ക് ആൾട്ടർനേറ്റീവ് വരുമ്പോൾ ഏതാണെന്നുള്ള സംശയം വരാം. അപ്പോൾ ഇവിടെ അത് വേറെ ഒന്നുമില്ല, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് 6% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം, 6% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ആക്ട് പറയുന്ന റേറ്റ്. ഓക്കെ, ദെൻ അടുത്തത് എ ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ണർഷിപ്പ് വിത്തൗട്ട് എനി എഗ്രിമെൻ്റ് ഇല്ല. അപ്പോൾ എ ഹാസ് ഗീവൺ ലോൺ 50,000 ടു ദ ഫേം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് 6% പെർ ആനം ഇൻട്രസ്റ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ലോൺ കൊടുത്താൽ ഡീഡ് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം വിത്തൗട്ട് എനി എഗ്രിമെൻറ്റ്. എ ഹാസ് വിത്ഡ്രോൺ 50,000 ഔട്ട് ഓഫ് ഹിസ് ക്യാപിറ്റൽ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മേ ബി ചാർജ്ഡ് ഫ്രം എ ബൈ ദ ഫേം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എ ബി ആർ പാർട്ണർഷിപ്പ് വിത്തൗട്ട് എനി എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ അവിടെ ഡ്രോയിങ്സിന് പലിശ വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ പാർട്ണർ കൊടുക്കേണ്ട ആവശ്യമില്ല. നോ ഇൻട്രസ്റ്റ് ഈസ് ടു ബി ചാർജ്. ഓക്കെ, ദ ഫോമിംഗ് പാർട്ണർഷിപ്പ് ഡീഡ് റിട്ടേൺ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് കമ്പൽസറി, അത് നോട്ട് മാൻഡേറ്ററി ആണ്. നോട്ട് മാൻഡേറ്ററി, സി ആണ് കറക്റ്റ് ആൻസർ. എഗ്രിമെൻറ്റ് ഡീഡ് എന്നുള്ളത് എയ്തർ ഓറൽ ഓർ ഇൻ റൈറ്റിംഗ്, രണ്ടും ആവാം. റിട്ടേൺ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതുപോലെ പാർട്ണർഷിപ്പ് ഡീഡ് നമ്മൾ ആൾസോ കോൾഡ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്നും പറയും. ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ പാർട്ണർഷിപ്പ് ആക്ട്. പാർട്ണർഷിപ്പ് ആക്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാത്ത കാര്യം ഇതിലേതാണ്? ലോസസ് ഈക്വലി അതിലുണ്ട്. നോ ഇൻട്രസ്റ്റ് അത് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ ആക്ടിലുണ്ട്. ആൾ ലോൺ സർട്ടിഫിക്കറ്റ്, ഇത് 3 ഐറ്റവും പാർട്ണർഷിപ്പ് ആക്ട് ഇല്ലാത്ത ഐറ്റം ഇതാണ്. ആൾ ഡ്രോയിങ്സ് ടു ബി ചാർജ് ഇൻട്രസ്റ്റ്, അങ്ങനെ ഒരു ക്ലാസ് പാർട്ണർഷിപ്പ് ആക്ടിൽ ഇല്ല. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഇഫ് എനി ലോൺ ഓർ അഡ്വാൻസ് ഈസ് പ്രൊവൈഡഡ് ബൈ പാർട്ണർ ലോണോ അഡ്വാൻസോ കൊടുക്കുകയാണെങ്കിൽ ബാലൻസ് ഓഫ് സച്ച് ലോൺ അക്കൗണ്ട് ഷുഡ് ബി. അപ്പോൾ ഒരു പാർട്ണർ ബിസിനസ്സിലോട്ട് ലോൺ കൊടുക്കുകയാണെങ്കിൽ ബിസിനസ് പോയിന്റ് ദിസ് ഈസ് എ ലൈബിലിറ്റി. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിലായിരിക്കും ഇത് കാണാം. ഓക്കെ, ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡ്. അല്ല, എ ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽ 50,000, 40,000 and 30,000 respectively, carrying on business in partnership. The firm's reported profit for the year was 80,000. As per provisions of the Indian Partnership Act 19, find out the share of partner in the above after taking into account no interest has been provided on an advance by A, which 20,000 in the addition to capital contribution. അപ്പോൾ ഇവിടെ എയും ബിയും സിയും 3 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 80,000 പ്രോഫിറ്റ് കിട്ടി. ഇവിടെ എ അവിടെ ക്യാപിറ്റലിന് പുറമെ ഒരു 20,000 ലോൺ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിൽ. അപ്പോൾ അത് പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് 6% ഇൻട്രസ്റ്റ്, അതിനകത്ത് ഒരു സംശയമില്ല. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ ബാക്കിയുള്ള പാർട്ട്നേഴ്സ്. അപ്പോൾ ഇവിടെ ഓരോരുത്തർ കിട്ടേണ്ട എൻറ്റൈറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഔട്ട് ഓഫ് 80,000 നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 20,000ൻ്റെ 6% 1,200 കൊടുക്കുക. ബാക്കി മൈനസ് കിട്ടുന്നത് നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ എക്ക് കിട്ടുന്നത് ഈ 27,466, മറ്റ് 2 പേർക്കും 26,267. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കാരണം ബി ആൻഡ് സിക്ക് 26,267, മറ്റേക്ക് 27,466. അടുത്തത് എക്സ് വൈ ആൻഡ് ഇസഡ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. അറ്റ് ദ ടൈം ഓഫ് ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ there was a dispute between the partners. Profit before interest on capital was 6,000 and Y determined interest 24%. നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് മാക്സിമം 6% അലവ് ചെയ്യാം. ഓക്കെ, 80,000. there was no agreement on this. Calculate amount payable to XYZ. അത് നമ്മൾ ഇതുപോലെ ആസ് യൂഷ്വൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ റഫായിട്ട് വർക്കൗട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടിയിരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്, 6,000 ആണ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ 80,000ൻ്റെ 6% 4,800 വൈയുടെ ഇൻട്രസ്റ്റ് കൊടുക്കണം. ബാക്കി 1,200 ഇട്ട് ഈക്വലായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ കിട്ടുന്ന എക്സ് 400, വൈ 5,200, ഇസഡ് 400. എക്സ് 5,200, വൈ ആൻഡ് ഇസഡ് 400. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. 400 ഫോർ എക്സ്, വൈക്ക് 5,200, ഇസഡ് 400. അടുത്ത എക്സ് വൈ ആൻഡ് ഇസഡ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം അറ്റ് ദ ടൈം ഓഫ് ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ.
there was a dispute between the partners. Profit before interest on partners' capital was 6 lakh and Z determined minimum profit 5 lakh as his financial position was not good. However, there was a written agreement on this point. അപ്പോൾ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷുഡ് ബി ഷെയർഡ് ഈക്വലി. അപ്പോൾ നമുക്ക് 6 lakh പ്രോഫിറ്റ് കിട്ടിയാൽ ആൾ പാർട്ട്നേഴ്സ് ഷുഡ് ഷെയർഡ് ഈക്വലി 2 lakh ഈച്ച്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ബാലൻസ് ഓഫ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് നമ്മൾ പറഞ്ഞല്ലോ. ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പാർട്ട്നേഴ്സിന് ബാക്കി കിട്ടാനുള്ളതോ അവരെ തിരിച്ച് പിടിക്കാനുള്ളതോ എല്ലാം ഉണ്ടെങ്കിൽ ആൾ ഷുഡ് ബി എൻറ്റേർഡ് ഇൻ കറണ്ട് അക്കൗണ്ട്. സ്വാഭാവികമായിട്ട് കറണ്ട് അക്കൗണ്ട് 2 ബാലൻസിന് സാധ്യതയുണ്ട്. ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. ഇവിടെ നമുക്ക് സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിച്ച് ഐറ്റം ഈസ് റെക്കോർഡഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇങ്ങനെ എന്ത് കിട്ടാനുണ്ടെങ്കിലും ക്രെഡിറ്റ് ചെയ്യാം. പാർട്ട്നേഴ്സിൻ്റെ വല്ലതും പിടിക്കാനുണ്ടെങ്കിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. Partners capital account are fixed. Salary payable to partners will be credited to current account. Okay, and നമ്മൾ on the credit side of partners current account. Okay, partners capital account are fixed. Interest on capital recorded, അത് നമ്മൾ credit side of current account തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. Credit side of current account. അടുത്ത XY are partners 3:2. Their capital 2 lakh 1 lakh respectively. Interest on capital 8%. Firm incurred a loss 60,000 for the year. Enter. അപ്പോൾ നമുക്ക് no interest will be allowed. Interest on capital against പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് ഒരു കാരണവശാലും കൊടുക്കില്ല. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി. അടുത്ത XY are partners in the ratio 3:2. Their capital are 2 lakh and 1 lakh respectively. Interest on capital is allowed 8%. The firm earned profit only 50,000 for the year ended. അപ്പോൾ ക്യാപിറ്റൽ ചാർജ് അഗേൻസ്റ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് എഗേൻസ്റ്റ് ചാർജ് അഗേൻസ്റ്റ് പ്രോഫിറ്റാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ് വരികയാണ് അല്ലേ, ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എഗ്രീഡ് റേഷ്യയിൽ വേണം ഷെയർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ 3:2. അപ്പോൾ നമ്മൾ 6,000 3:2 റേഷ്യോയിൽ നമ്മൾ 15,000 ഷെയർ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 9,000. ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത എ ആൻഡ് ബി കോൺട്രിബ്യൂട്ട് 1,60,000 in partnership by your capital, 8% per annum. Their profit or loss sharing ratio 3:2. The profit at the end of the year was 2,800 before allowing interest on capital. There is a clear agreement that there will be allowed. അപ്പോൾ ലോസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. ഒന്ന് ക്ലിയർ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക. അപ്പോൾ 8,000 4,800 രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിവിടെ 12,800 ആയി. പക്ഷേ ഇവിടെ അവൈലബിൾ പ്രോഫിറ്റ് 2,800 ഉള്ളൂ. അപ്പോൾ ഇവിടെ നെറ്റ് ലോസ് ആയി. അപ്രോപ്രിയേഷൻ പ്രകാരം ലോസ് ആകും. ആ ഷുഡ് ബി 6,000 4,000 ആയിട്ട് കിട്ടും. ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എ ഷെയർ വിൽ ബി ലോസ് ആണ് 6,000. അതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ. അടുത്തത് ബിബിൻ ഈസ് എ പാർട്ണർ ഇൻ എ ഫേം. വിഡ്രോ 6,000 at the end of each quarter during the year ended 31st March. Interest on drawings 10% per annum will end of each quarter. അപ്പോൾ ആ 3 സ്റ്റുഡൻസ് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു പാർട്ണർ ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ റെഗുലർലി ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ നമ്മൾ ടോട്ടൽ ഡ്രോയിങ്സ് ആണ്. ക്വാർട്ടർ ആകുമ്പോൾ എവറി 3 months ആണ്. അപ്പോൾ ഒരു 1 year 4 പ്രാവശ്യം ഇയാൾ വിഡ്രോ ചെയ്യും. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു ആവറേജ് 7.5 months കാണണം. ക്ലിയർ ആയോ? ബിഗിനിങ് ഓഫ് എവറി ക്വാർട്ടർ ആണെങ്കിൽ. ഇനി മിഡിൽ ഓഫ് എവറി ക്വാർട്ടർ ആണെങ്കിൽ 6/12 6 മാസത്തേക്ക് കാണണം. എൻഡ് ഓഫ് എവറി ക്വാർട്ടർ ആണെങ്കിൽ 4.5 months കാണണം. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കി ചെയ്ത് നമുക്ക് ഇത് ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈച്ച് ക്വാർട്ടർ 10% per annum അല്ലേ. അപ്പോൾ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണ്. അപ്പോൾ നമ്മൾ 4.5 months കാണാം. അപ്പോൾ 6,000 × 4 × 8 റേറ്റ് ഇൻറ്റു 4.5/12. ചാർജ് ഈസ് എ പാർട്ണർ 10,000 ഡ്യൂറിങ് ദി ഇയർ മാർച്ച്. ഡ്രോയിങ്സ് 9%. ഓക്കെ, ഇവിടെ അവർ ഡേറ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആവറേജ് 6 months ഉണ്ടാവും. ഓക്കെ, 6 months. അടുത്തത് ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് എൻഡിങ് 6 months 6 മാസമേ ഉള്ളൂ. അപ്പോൾ ബിഗിനിങ് ഓഫ് 6 മാസമാണെങ്കിൽ നമ്മൾ ആവറേജ് ഡ്യൂ ഡേറ്റ് ആവറേജ് മന്ത് കണ്ടുപിടിക്കാൻ 6+1/2. അപ്പോൾ 3.5 months ആണ് കറക്റ്റ് ആൻസർ, സി. ഓക്കെ, അതുപോലെ ഇഫ് ദ ഈക്വൽ എമൗണ്ട് ഈസ് വിഡ്രോൺ ബൈ പാർട്ണർ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത് ഡ്യൂറിങ് ദ പീരീഡ് 6 months,
interest on the total amount will charge for dash months. End of each month ആണെങ്കിൽ 6 minus 1 divided by 2, 2.5 months ആണ് correct answer. Okay. അതുപോലെ A, Y and Z 5:4:4. Z is guaranteed its profit will be not less than 80,000. Any deficiency will be borne by A in 3:2. Firm's profit 5,60,000. How much deficiency will be borne by Y? അല്ലേ? അപ്പോൾ വേറെ ഒന്നുമില്ല. അവിടെ നമുക്ക് ഇസഡിന് ഗ്യാരണ്ടി ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി 80,000 ആണ്. ബട്ട് നമ്മൾ നോർമൽ പ്രോഫിറ്റ് കാണുമ്പോൾ 80,000 5,60,000 ഇൻറ്റു 1/10 56,000 ഉള്ളവർ ദിസ് എ ഡെഫിഷ്യൻസി ഓഫ് 24,000. ആ 24,000 250 കണ്ടാൽ വൈയുടെ ലോസ് കിട്ടും. 9,600 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഡി. അടുത്തത് ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് PQ, our sharing profit 1:2. Our manager who is received salary 10,000 per month in addition to commission of 10% of net profit after charging such commission. The total remuneration are amounted to 1,80,000. Total remuneration. So profit for the year before charging. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ടോട്ടൽ റെമ്യൂണറേഷൻ സാലറി പ്ലസ് കമ്മീഷൻ 190. സാലറി നമുക്ക് 120 അറിയാം. അപ്പോൾ പുള്ളിയുടെ കമ്മീഷൻ മാത്രം നമ്മൾ കണ്ടുപിടിക്കണം 60,000. ഇത് 60,000 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷനാണ്. അപ്പോൾ നമ്മൾ 60,000 എങ്ങനെയാണ് കണ്ടത്? പ്രോഫിറ്റിൻ്റെ നിന്ന്. പ്രോഫിറ്റ് നമ്മൾ സാധാരണ എങ്ങനെ കാണും? ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു അല്ലേ 10/110 അങ്ങനെയാണ് എടുക്കുന്നത്. 10/110 10/110. അപ്പം നമ്മൾ 10/110 എന്ന് പറയുമ്പോൾ 11 അല്ലേ 100. അപ്പോൾ 100/110. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കേണ്ടത് 60,000 ഇൻറ്റു അല്ലേ 60,000 ഇൻറ്റു നമ്മൾ എടുക്കേണ്ടത് നമ്മൾ പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ കാണുക ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. അപ്പോൾ 60,000 ആണ് നമുക്ക് 110. ദിസ് ഈസ് 100. 60,000 എന്നുള്ളത് 10 ആണ്. 60,000 എന്നുള്ളത് 10 ആണ്. വാട്ട് ഈസ് 110 കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് 6,60,000 കിട്ടും. ഓക്കെ, 6,60,000 കൂടെ നമ്മൾ 1,20,000 ആണ് ടോട്ടൽ സാലറി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുമ്പോൾ ടോട്ടൽ 7,80,000 ആണ് പ്രോഫിറ്റ് ബിഫോർ ഇത് വരും. മനസ്സിലായില്ല? ബിഫോർ സാലറി ആയിട്ട് കമ്മീഷൻ. ഇനി നമുക്ക് വർക്കിംഗ് വേണമെങ്കിൽ ശരിയാണോ നോക്കാം. അപ്പോൾ നമ്മൾ 7,80,000 ആണ്. അതിൽ നിന്ന് 1,20,000 കുറച്ച് എത്ര വരും? 6,60,000 ആണ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ. ഇനി കമ്മീഷൻ ഈസ് ഈക്വൽ ടു 6,60,000 ഇൻറ്റു 10/110. അപ്പോൾ നമുക്ക് 60,000 കിട്ടും. കറക്റ്റ്. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ 6 lakh ആണ് ആഫ്റ്റർ കമ്മീഷൻ എല്ലാം വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് XY are partners. Y draws a fixed amount at beginning of every month. Fixed amount beginning of every month. At the end of the year, interest of X drawings amounted to rupees 2,600. ഉണ്ടാവും. ഇവിടെ നമ്മൾ ഫോർമുല തിരിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാം ബിഗിനിങ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു ബിഗിനിങ് ആകുമ്പോൾ 6.5/12. 6.5/12. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അവർ തന്നിട്ടുണ്ട് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 8% എന്ന് പറയുന്നത് 6.5/12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2,000. അപ്പോൾ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ 2,600 ഇൻറ്റു 12 ഇൻറ്റു നമ്മൾ ആ 6.5/12 തിരിച്ചിട്ട് കൊടുക്കണം. 12/6.5 ഇൻറ്റു റേറ്റിനെ തിരിച്ചിട്ട് കൊടുക്കുക. പ്രശ്നം കഴിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ അപ്പോൾ ഇത് കിട്ടും. എത്രയാണ് ടോട്ടൽ ഡ്രോയിങ്സ് ഫോർ ദ ഇയർ? ഇനി ഡ്രോയിങ്സ് പെർ മന്ത് കാണാൻ ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പോൾ 60,000 ഡിവൈഡ് ബൈ 12 5,000. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 5,000. ക്ലിയർ ആയോ? ഇത് വളരെ സൂക്ഷിക്കണം. നമുക്ക് തിരിച്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ആ ഫോമിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചെറിഞ്ഞ് വർക്ക് ചെയ്യുക. അതുപോലെ AB എൻഡ് ഓഫ് എവരി മന്ത് ആണ്. സെയിം കേസ് തന്നെ ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അതുപോലെ ചെയ്യാം. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ 15% അല്ലേ? അപ്പോൾ ഇത് 5.5 മന്ത്സിൻ്റെയാണ് 8250. അപ്പോൾ ഡ്രോയിങ്സ് കാണാൻ 8250 അതിനെ തിരിച്ചിട്ട് കൊടുക്കുക. 12 ഡിവൈഡ് ബൈ 5.5 ഇൻറ്റു റേഷ്യോ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് മൊത്തം ഡ്രോയിങ്സ് ഫോർ ദ ഇയർ കിട്ടും 1,20,000. അപ്പോൾ ആവറേജ് ഒരു മാസത്തെ എടുക്കുമ്പോൾ നമുക്ക് 12,000 പെർ മന്ത് 10,000 പെർ മന്ത് കിട്ടും. ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതുപോലെ AB ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആർ ലോസസ് 3:2:1 ആൻഡ് ക്യാപിറ്റൽ ഓഫ് 3 lakh 2 lakh. They allowed 6% interest on their capital and charged 10% interest on their drawings.
The drawings capital are charged 10% per annum interest on drawings. Their drawings during the year were 60, 40, and B's share of profit as per profit and loss തന്നിട്ടുണ്ട് അല്ലേ 40,000 നെറ്റ് പ്രോഫിറ്റ് ബിഫോർ എനി അപ്രോപ്രിയേഷൻ. ഇത് നമുക്ക് ഇത്രയും അഡ്ജസ്റ്റ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് ഒരു പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് റഫായിട്ട് വരയ്ക്കുക, അത്രയേ ഉള്ളൂ. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടുപേരെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതാം. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ നമുക്ക് ആരുടെയൊക്കെ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡ്രോയിങ്സ് ഡ്യൂറിങ് ദി ഇയർ 6,000 4,000. ബി ഷെയർ ഓഫ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% പെർ ആനം ആണ് അല്ലേ. ക്യാപിറ്റൽ ചാർജ് 10% ഇൻട്രസ്റ്റ് 10% പെർ ആനം ഇൻട്രസ്റ്റ് ഓൺ ദ ഡ്രോയിങ്സ്. അപ്പോൾ ഡ്രോയിങ്സിന് 10% ഒരു ഇൻട്രസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡ്രോയിങ്സ് പിന്നെ പ്രോഫിറ്റ് ബിഫോർ എമൗണ്ട് റുപ്പീസ് 60,000. 2:1 3 lakh 2 lakh. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആകുമ്പോൾ നമുക്ക് 18,000 12,000 വരും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10%. ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പറയാത്തതുകൊണ്ട് നമ്മൾ ആവറേജ് 6 months കാണാവൂ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എപ്പോഴും നമ്മൾ 6 മാസത്തേക്ക് ആവറേജ് കാണും. അപ്പോൾ 3,000 2,000 എഴുതുക. പിന്നെ അവർ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ആരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്? പി ആൻഡ് അപ്രോപ്രിയേഷൻ അല്ലേ, ബി ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ബിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമുക്ക് 40,000 തന്നിട്ടുണ്ട്. അപ്പോൾ ബിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നത് 2:1 ആണ് അവിടെ റേഷ്യോ. അപ്പോൾ 1 പിയുടെ പ്രോഫിറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് എസ് പ്രോഫിറ്റ്? അപ്പോൾ നമ്മൾ 40,000 ഇൻറ്റു 2/1 അല്ലേ, തിരിച്ചിട്ട് കുടിക്കുമ്പോൾ നമുക്ക് 80,000 കിട്ടും ബിയുടെ ഷെയർ. അപ്പോൾ നമ്മൾ എന്നിട്ട് ലെഡ്ജർ ബാലൻസ് ചെയ്യുക, വി വിൽ ഗെറ്റ് ദ നെറ്റ് പ്രോഫിറ്റ് 1,45,000. ഇതാണ് കറക്റ്റ് ആൻസർ, 1,45,000. അപ്പോൾ ഈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഏതെങ്കിലും മിസ്സിംഗ് ഫിഗർ വരികയാണെങ്കിൽ നമ്മൾ വേറെ റഫായിട്ട് വർക്കൗട്ട് ചെയ്ത് കണക്ക് തെറ്റായിരിക്കുന്നതിനേക്കാളും ബെറ്റർ ഈ ജസ്റ്റ് ഒരു പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ റഫായിട്ട് നമ്മൾ വരച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ദെയർ ക്യാപിറ്റൽ ബട്ട് നെറ്റ് പ്രോഫിറ്റ് വാസ് നോട്ട് സഫിഷ്യൻറ്റ് ഫോർ ഇൻട്രസ്റ്റ്. Then the net profit will be distributed at agreed ratio. Correct answer, agreed ratio. In case of partnership act, any partner is binding on all partners, binding on that partner only, binding on all partners except none of them. Binding on all partners ആണ് correct answer. Which of the following statement true? A minor cannot be admitted as a partner. A minor can be admitted as only to the benefit of the partnership. Okay, none of them. This is the correct answer. Minor is admitted for the only for the benefit of the partnership. അതാണ് allowable. അതുപോലെ ഒസ്റ്റൻസിബിൾ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് ഒൺലി ഒരു നെയിം സേക്കിന് മാത്രം നമ്മളിരിക്കുന്ന ആളെയാണ് ഇത് നമ്മൾ ഒസ്റ്റൻസിബിൾ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഡു നോട്ട് കോൺട്രിബ്യൂട്ട് എനി ക്യാപിറ്റൽ, ഗെറ്റ് സം ഷെയർ ഇൻ പ്രോഫിറ്റ് ലെൻഡിങ് ദെയർ നെയിം ടു ബിസിനസ്, കോൺട്രിബ്യൂട്ട് വെരി ലെസ് ക്യാപിറ്റൽ ഈക്വൽ ടു, ഡു നോട്ട് കോൺട്രിബ്യൂട്ട് any capital without having any interest in the business but lend their name. C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഒസ്റ്റൻസിബിൾ പാർട്ട്, അയാളൊന്നും കോൺട്രിബ്യൂട്ടും ചെയ്യുന്നില്ല, അയാൾക്ക് അവിടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് പേര് മാത്രം ബിസിനസ്സിൽ കൊടുത്തത്, അങ്ങനെയുള്ളവരാണ് ഒസ്റ്റൻസിബിൾ പാർട്ട്നേഴ്സ്. അതുപോലെ സുശീൽ ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ഹി വിഡ്രോ 4,000 per month in middle of every month during ended 31st March. Interest on drawings 8%. സിമ്പിൾ നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്താൽ 4,000 per month ആണ്. 4,000 to 12 48 അല്ല 4,000 into 12 48% into middle of every month ആണെങ്കിൽ 6/12. ഇത്രയേ ഉള്ളൂ. 1920 ആണ് കറക്റ്റ് ആൻസർ, ഡി. ഓക്കെ, അടുത്തത് ഇഫ് എ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ബൈ എ പാർട്ട്ണർ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഈച്ച് ക്വാർട്ടർ. ഈച്ച് ക്വാർട്ടറിൻ്റെ ബിഗിനിങ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആവറേജ് മന്ത് 7.5 months ആണ് ഈച്ച് ക്വാർട്ടർ. ഫസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത് ഈച്ച് ക്വാർട്ടർ എടുക്കുകയാണ്. ലാസ്റ്റ് ഡേ ഓഫ് ദ ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 4.5 months ആണ് കറക്റ്റ് ആൻസർ. ഇനി ഈച്ച് ക്വാർട്ടർ അല്ലെങ്കിൽ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ എന്ന് പറയുകയാണെങ്കിൽ 6 months, ആവറേജ് 6 months കാണും. അടുത്ത അനു ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ഷീ വിഡ്രോ 6,000 ഇൻ ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ഫോർ ദ ഇയർ എൻഡഡ് 31st March. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ 10% ആണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 6,000 എല്ലാ ക്വാർട്ടർ എടുക്കുന്നത് 6 into 4 24,000 ഇൻറ്റു 10% ഇൻറ്റു ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അപ്പോൾ 7.5/12. ഓക്കെ, അപ്പോൾ 1,500. സി ആണ് കറക്റ്റ് ആൻസർ.
അടുത്ത നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം 79,800. മാനേജർ ഈസ് എൻഡേഡ് ടു കം 5% പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. അപ്പം മാനേജർ ഈസ് എൻഡേഡ് ടു കമ്മീഷൻ നോർമൽ വെറുതെ കമ്മീഷൻ എൻഡേഡ് ടു 10% ഓൺ നെറ്റ് പ്രോഫിറ്റ് എന്നോ ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ഡയറക്റ്റ് 10% കാണാം. ഇനി ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ഇൻക്ലൂഡിങ് കമ്മീഷൻ. അപ്പോൾ 10% കമ്മീഷനാണ് ഇയാളെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള അവൈലബിൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 110 വാട്ട് ഈസ് 10 എന്ന് പറഞ്ഞ് കാണാം. എങ്കിൽ മാത്രമേ നമ്മൾ കമ്മീഷൻ കുറച്ചിട്ട് ബാക്കി കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 10% കാണുമ്പോൾ എക്സാക്റ്റ് ഫിഗർ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ചാർജ് സച്ച് കമ്മീഷൻ ആകുമ്പോൾ 5/105 ആണ്. രാം ശാമാർ പാർട്ട്ണർ ബിഫോർ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ രാം ഈസ് എൻഡേറ്റഡ് 5% കമ്മീഷൻ ഓൺ ദ പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജ് സച്ച് ബിഫോർ ചാർജിങ് കമ്മീഷൻ ഫേംസ് പ്രോഫിറ്റ് വാസ് 42,000. ഇതുപോലെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. പ്രോഫിറ്റ് ബിഫോർ 42,000, കമ്മീഷൻ 42,000 ആണ് അല്ലേ. പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ 42/5 × 100. പ്രോഫിറ്റ് ആഫ്റ്റർ കമ്മീഷൻ അല്ലേ, പ്രോഫിറ്റ് ആഫ്റ്റർ കമ്മീഷൻ 40,000. സം ഷെയർ ഓഫ് പ്രോഫിറ്റ് 40,000 × 2/5 16,000 ആണ് അല്ല, കറക്റ്റ് 16,000. അടുത്ത എ ആൻഡ് ബി, എ ബി ആൻഡ് സി ആർ പാർട്ട്ണർ 5:3. ബിഫോർ ബി സാലറി firm profit 97,000. How much total we will receive from the firm? അപ്പോൾ സാലറി 17,000 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 97ൽ നിന്ന് സാലറി കുറയ്ക്കുക. 97 സാലറി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 80,000 5:3:2 അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ബിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഹൗ മച്ച് ടോട്ടൽ ബി വിൽ ഗെറ്റ്. അപ്പോൾ ബിക്ക് കിട്ടുന്നത് 17,000 സാലറിയും കിട്ടും, ഇയാളുടെ ഷെയറും കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ 41,000 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത എ ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം വിത്തൗട്ട് എനി എഗ്രിമെൻറ്റ്. ദേ കോൺട്രിബ്യൂട്ട് 7,50,000, 730,000, 720 by way of capital to the firm. A was unable to work for 6 months in a year due to illness. At the end of the year, firm earned 2,25,000. A share of profit. നമ്മൾ പാർട്ണറെ സംബന്ധിച്ച് പാർട്ണറോട് ഫുൾ ടൈം എൻഗേജ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ പാർട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ദർ ഇസ് നോ എഗ്രിമെൻറ്റ്, ആൾ പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഈക്വൽ ഷെയർ. ഈക്വൽ ഷെയർ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, ഈക്വലി ആയിട്ട് കിട്ടും. അപ്പോൾ 2,25,000 ÷ 4 അതാണ് ഇവിടെ സി കറക്റ്റ് ആൻസർ. 75,000 കറക്റ്റായിട്ട് കിട്ടും. അടുത്തത് ഇൻ എ പാർട്ണർഷിപ്പ് ഫേം പാർട്ണർ എ ഈസ് എൻറ്റൈറ്റിൽഡ് എ മന്ത്ലി സാലറി 7,500. അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ ഫേം ഏൺഡ് എ പ്രോഫിറ്റ് 75,000 ആഫ്റ്റർ ചാർജിങ് എ സാലറി. The manager is entitled commission 10% on net profit. After charging is commission, manager commission will be. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ ഈസ് എൻറ്റൈറ്റിൽഡ് മന്ത്ലി സാലറി 7,500 അല്ലേ, മന്ത്ലി സാലറി 7,500. അപ്പോൾ 7,500 × 12 അല്ലേ. എ സാലറി എന്ന് പറയുമ്പോൾ 90,000 വരും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ബിഫോർ സാലറിക്ക് മുമ്പുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് അയാളുടെ കമ്മീഷൻ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ മാനേജർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് പ്രോഫിറ്റാണ്, സാലറി എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് അപ്രോപ്രിയേഷൻ, P&L അപ്രോപ്രിയേഷൻ. അപ്പോൾ മാനേജർ കമ്മീഷൻ കാണുമ്പോൾ നമ്മൾ അപ്രോപ്രിയേഷൻ മുമ്പുള്ള പ്രോഫിറ്റ് വേണം എടുക്കാൻ. അത് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ എ സാലറിയുടെ ഒപ്പം നമ്മൾ എന്തിനാണ് എയുടെ സാലറി ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ബാക്ക് ചെയ്ത് കിട്ടുന്ന ആൻസറിൻ്റെ വേണം മാനേജേഴ്സ് കമ്മീഷൻ 16,500. അതാണ് ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത എക്സ് വൈ ആൻഡ് ഇസഡ് ആർ പാർട്ട്നേഴ്സ് 5:4:3 has given to Z guarantee minimum 9,000 profit for the year ending 31st March. Firm's profit 28. Why share will be അല്ലേ. ഇവിടെ നമുക്ക് വേറെ ഒന്നുമില്ല, Z is guaranteed 9,000 മിനിമം 9,000 പ്രോഫിറ്റ് പറയുന്നത്. ഇവിടെ ആകെ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 28,800. അപ്പോൾ നമ്മൾ 28,800 ഷെയർ ചെയ്യുമ്പോൾ 12,000, 9,600, 7,200 വരും അല്ലേ. അപ്പോൾ ഇസഡിന് അവിടെ ഡെഫിസിറ്റ് വരുന്നത് 1,800 ഡെഫിസിറ്റ് വരും, 1,800. അതിന് എവിടെയുണ്ട് 5:4 ആ റേഷ്യോ. അപ്പോൾ 1,800. അപ്പോൾ ഇവിടെ നമുക്ക് ഹൗ മച്ച് ദ ഫേംസ് പ്രോഫിറ്റ്, വൈ ഷെയർ ഓഫ് പ്രോഫിറ്റ് വിൽ ബി. വൈയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ട്, Y's share of profit will be 8,800. 8,800 കുറയും. ഓക്കെ, സ്ലീപ്പിംഗ് പാർട്ണർ ഒന്ന്
take active part in the business, do not take any part conduct of the business, but providing capital and share profit. B ആണ് കറക്റ്റ് ആൻസർ. അത് പൈസ ഇൻവെസ്റ്റ് ചെയ്യും, ഷെയർ ഓഫ് പ്രോഫിറ്റ് മേടിക്കും, ബട്ട് ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് റോളൊന്നും എടുക്കില്ല. അങ്ങനെയുള്ളതിനാണ് നമ്മൾ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ XYZ are partners sharing profits and losses equally. Their capital balance on 31st March 12, 80, 60, 40 respectively. Their personal asset worth rupees 20, 15. അപ്പോൾ ഓരോരുത്തരുടെയും ലൈബിലിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ ലൈബിലിറ്റി ഇൻ ദ ഫേം. ഒരു പാർട്ണറെ സംബന്ധിച്ച് അയാളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി എത്രയുണ്ടോ അതുവരെ പറ്റുള്ളൂ, അതിന് മുകളിലായി കൊടുക്കാൻ പറ്റും. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ട്, ആ ലിമിറ്റായിരിക്കും അവിടെ മാക്സിമം ലൈബിലിറ്റി. ഇവിടെ ആൻസർ 20, 15, 10 അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. എവരി പാർട്ണർ ഈസ് ബൗണ്ട് ടു അറ്റൻഡ് ഡിലിജൻ്റലി ഇൻ ഹിസ് കണ്ടക്ട് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഇത് ഒരു പാർട്ണർഷിപ്പിനെ സംബന്ധിച്ച് അവർ എല്ലാവരും മ്യൂച്വലി എഗ്രി ചെയ്ത ഒരു സംഭവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ ഓരോ കാര്യം വളരെ ഡിലിജൻ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. ഡി. അതുപോലെ എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് വിത്ത് ഫേം വിത്തൗട്ട് എനി എഗ്രിമെൻറ്റ്. എ ഡിവോട്ട് മോർ ടൈം ദ ഫോളോയിങ് കമ്മീഷൻ ഇൻ അഡീഷൻ ടു ഫേംസ് പ്രോഫിറ്റ്. നൺ ഓഫ് ദി അബോവ്. ഡീഡ് എഗ്രിമെൻറ്റ് പറയുന്നില്ലെങ്കിൽ ആർക്കും ഒരു അഡീഷണൽ എമൗണ്ടും എടുക്കാൻ പാടില്ല. അടുത്ത, ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ദി ഫോളോയിങ് റൂൾ വിൽ അപ്ലൈ. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ഷെയറിംഗ് ഇൻ ക്യാപിറ്റൽ റേഷ്യോ, profit based salary to working capital, 9% per annum interest on drawings. In the absence of partnership the following rule will apply. No interest on capital. No interest on capital ആണ് correct answer. Further, in the absence of an agreement partners are not entitled to salary, commission, equal share of right, both A and B. In the partners are not entitled to salary and commission, both A and B. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി പെയ്ഡ് ടു ദ പാർട്ട്നേഴ്സ് ഇഫ് പ്രൊവൈഡഡ് ഫോർ പാർട്ണർഷിപ്പ് ഡീഡ് ബട്ട് ഓൺലി ഔട്ട് ഓഫ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എപ്പോഴും നമ്മൾ എപ്പോഴും ഏതിനെ കൊടുക്കുള്ളൂ? ഔട്ട് ഓഫ് പ്രോഫിറ്റ്. എ ആണ് കറക്റ്റ് ആൻസർ, ഔട്ട് ഓഫ് പ്രോഫിറ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഐറ്റം കനോട്ട് ബി റെക്കോർഡഡ് ഇൻ ദി P&L അക്കൗണ്ട്? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എടുക്കാത്തത് റെൻറ്റ് പെയ്ഡ് ടു പാർട്ണർ. ഇപ്പോൾ ഒരു പാർട്ണർക്ക് റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അപ്രോപ്രിയേഷൻ എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്, നോട്ട് എഗെയിൻസ്റ്റ് അപ്രോപ്രിയേഷൻ. ഓക്കെ. റെൻറ്റ് നമ്മൾ P&L അക്കൗണ്ടിലാണ് എടുക്കുക. മറ്റേ പാർട്ണേഴ്സിന് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം P&L അപ്രോപ്രിയേഷൻ. On 1st June 2000, partner introduced firm additional capital 50,000 in the absence of partnership deed. On 31st March 2019, he will receive interest. On 1st June 2018, partner introduced in the firm additional capital 50,000. In the absence of partnership deed, 31st June, he will receive 0. അല്ലേ? ഡീഡ് ഇല്ലെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒന്നുമില്ല. On 1st January, partner advanced loan 1 lakh to the firm in the absence of agreement. 1st January, 31st March ആണ് അല്ലേ? അപ്പോൾ ഓൺലി 3 months. അപ്പോൾ 3 monthsൻ്റെ ഇൻട്രസ്റ്റ് 1 lakhൻ്റെ 6%, 6,000. അപ്പോൾ 3 months ആകുമ്പോൾ 1,500. ബി കറക്റ്റ് ആൻസർ. എ പാർട്ണർ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ 30,000 ആൻഡ് അഡ്വാൻസ് ലോൺ 40,000 to the firm in the beginning of every year. Partner will receive years interest. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ലോൺ അഡ്വാൻസ് ചെയ്ത് 40,000. 40,000ൻ്റെ 6%, 6 4 24 അല്ലേ? ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബിഗിനിങ് ആണ്. അപ്പോൾ 2,400 ഇസ് കറക്റ്റ് ആൻസർ. ബി. In the absence of partnership deed, partners share profit and losses. Capital ratio decided by court equally. C ആണ് correct answer. In the absence of partnership deed, interest will not be charged on partners' drawings. Interest will be charged 5%. Interest will be charged. Drawing ഒന്നുമല്ല. The absence of interest will not charge the partners' drawings. But in the absence of an agreement, interest at 6% is provided. Opening balance of partner's capital account, closing balance of partner's capital account, loan given by partner to the firm, opening current account, loan കൊടുത്തു കഴിഞ്ഞാൽ 6% per annum interest കിട്ടും. Which of the following items are recorded in the P&L appropriation account?
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, ട്രാൻസ്ഫർ ടു റിസർവ്, ആൾ ഓഫ് ദി അബോ എല്ലാം P&L ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ റെൻറ്റ് പെയ്ഡ് ടു പാർട്ട്ണർ, appropriation of profit. It is appropriation of profit. It is not an appropriation. It is not an appropriation to profit. According to P&L account, the net profit for the year 1,50,000. Total interest on partners' capital 18,000. The interest on partners' drawings is 12,000. The net profit and loss appropriation account will be. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാരണം നമ്മൾ നേരത്തെ ചെയ്താണ് ഒരു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വെച്ച് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്താലും മതി അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അക്കോർഡിംഗ് ടു P&L അക്കോർഡിംഗ് ടു ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 1,50,000 ആണ്. അതിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 18,000 കുറയ്ക്കുക, 18,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2,000. അപ്പോൾ 2,000 16,000. അപ്പോൾ 1,34,000 D ആണ് കറക്റ്റ് ആൻസർ. According to P&L, the net profit for the year 4,20,000. Salary of a partner 5,000 per month. Commission of another partner 10,000. Interest on drawings of partners 4,000. Net profit as per P&L appropriation account will be. നമ്മൾ സാധനം ചെയ്തൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ 4,20,000 ആണ്. അതിനോടൊപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്മീഷന് ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 3,54,000 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് F and G share profit ratio 4:3:2. G is given guarantee that his share of profit will not be less than 75%. Deficiency if any borne by equally. രണ്ടൊരു ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്, പ്രശ്നമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് F ഷെയർ ഓഫ് പ്രോഫിറ്റ് വിൽ ബി. അപ്പോൾ നമ്മളൊരു കാര്യം റഫായിട്ട് വർക്കൗട്ട് ചെയ്യാം. ടോട്ടൽ പ്രോഫിറ്റ് 270, 3 ഷെയർ ചെയ്യുമ്പോൾ 120, 90, 60 കിട്ടും. ഇവിടെ ഗ്യാരൻറ്റീഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 75. അപ്പോൾ 15,000 ആണ് ഡെഫിസിറ്റ് വരുന്നത്. ഈക്വലി ഷെയർ ചെയ്യുമ്പോൾ 7,500 വെച്ച് 2 കുറയും. അപ്പോൾ ഇവിടെ എഫിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 82,500 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, PQ are partners 3:2:1. Guaranteed that share of profit will be not less than 70%. Any deficiency will be borne by PQ in the ratio of 2:1. Firm's profit 2,40,000. അപ്പോൾ ഇതും അതുപോലെ തന്നെ 2,40,000 നമ്മൾ 3 പേർക്ക് ഷെയർ ചെയ്യാം. ദെൻ ഇയാളുടെ ഗ്യാരൻറ്റീഡ് പ്രോഫിറ്റ് എന്നത് 70,000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെഫിസിറ്റ് വരുന്നത് 30,000 നമ്മൾ ഏത് റേഷ്യോ 2:1. അപ്പോൾ 20:10. അപ്പോൾ ക്യൂവിൻ്റെ ഷെയർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വാട്ട് ഈസ് ദ ഷെയർ ഓഫ് പി എന്ന് പറയുന്നത് 1 lakh. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് X, Y and Z are partners in the ratio 4:3:2. Salary to X 15,000 and to Z 3,000 omitted and profit distributed. For rectification now what will be credited. Okay, ഇത് നമ്മളെ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലെ കറക്ഷൻ എൻട്രി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ XY 4:3:2 ആണ് ഇവിടെ ഷെയർ സാലറി അല്ലേ. റേഷ്യോ സാലറി 15,000 X, Z 3,000 omitted 2. അപ്പോൾ ഇത് രണ്ടും വിട്ടുപോയി. അപ്പോൾ നമ്മൾ ആക്ച്വലി ക്രെഡിറ്റ് റിക്വയർഡ് എന്ന് പറയുന്നത് എക്സിന് 15,000 സാലറി കിട്ടണം, വൈക്ക് 3,000 കിട്ടണം. ബട്ട് നമ്മൾ ഈ എക്സ്പെൻസ് പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് ഈ 15 + 3 18,000 എങ്ങനെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടാവും? 15,000 3 18,000 എങ്ങനെ ഷെയർ ചെയ്യും? 4:3:2 3 പേർക്കും പ്രോഫിറ്റ് ഷെയർ ആയി പോയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ക്രെഡിറ്റ് റിക്വയർഡ് എക്സിന് 15,000, X 15,000, വൈക്ക് ഇല്ല, ഇസഡിന് 3,000 ആണ് സാലറി കൊടുക്കേണ്ടത് അല്ലേ. സാലറി നമ്മൾ വിട്ടുപോയത് സാലറി. പിന്നെ എമൗണ്ട് ആൾറെഡി ക്രെഡിറ്റഡ്. അപ്പോൾ ഈ 15 + 18 ഇവർ 3 പേർക്കായിട്ട് പോയിരിക്കുന്ന റേഷ്യോ പ്രകാരമാണ് പോയിരിക്കുന്നത്. ഓക്കെ, 8,000, 6,000, 4,000. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സിന് 15,000 കിട്ടേണ്ടടുത്ത് 8,000 കിട്ടും, 7,000 ഡെഫിസിറ്റ്. അപ്പം നമ്മൾ 7,000 രൂപ 7,000 റുപ്പീസ് എക്സിന് ക്രെഡിറ്റ് കൂടുതൽ കൊടുക്കണം. വൈയെ സംബന്ധിച്ച് 6,000 അല്ലേ, 6,000 അധികം കൊണ്ടുപോയി. വൈക്ക് വേറെ ഒത്തില്ല, 6,000 നെഗറ്റീവാണ്. അതുപോലെ അടുത്തത് ഇസഡിനെ സംബന്ധിച്ച് 1,000 നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എക്സും വൈയും 6,000 രൂപ അധികം കൊണ്ടുപോയി, വൈയും ഇസഡും. എക്സിന് 7,000 രൂപ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ
എക്സ് വിൽ ബി ക്രെഡിറ്റഡ് 7,000 ആണ് കറക്റ്റ്. മറ്റു രണ്ടുപേരും ഡെബിറ്റ് ചെയ്യണം. ഡി ആണ് കറക്റ്റ് ആൻസർ. When a partner is given guarantee by other partners, loss of such guarantee will borne by when a partner is given guarantee by other partners. Loss of such guarantee will be borne by partnership firm, all other partners who give the guarantee, partners with the highest profit ratio. പറയുന്നില്ലെങ്കിൽ all other partners. Okay. അടുത്തത്, the net profit of the firm 49,500. Manager is entitled to commission 10% on profit before charging such commission. ഡയറക്റ്റ് എടുത്താൽ മതി. ബിഫോർ ആകുമ്പോൾ ഡയറക്റ്റ് 10%. 4950 ആണ് കറക്റ്റ് ആൻസർ. 4950 4A ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, Sita and Geeta are partners sharing profit and losses. For instance, Meeta was a manager, received salary. In addition, a commission 5% net profit after charging such commission. Profit for the year is 6,78,000 before charging such commission. Find out total remuneration of Meeta. For profit before salary 678. Salary 48 കുറയ്ക്കുക അല്ലേ? കുറയ്ക്കുമ്പോൾ 48 ആണ് സാലറി. പ്രോഫിറ്റ് ആഫ്റ്റർ സാലറി 6,30,000. Meeta's commission എന്ന് പറയുമ്പോൾ 630 × 5 × 105 അപ്പോൾ 30,000 കിട്ടും. ടോട്ടൽ റെമ്യൂണറേഷൻ മീത 48,000 + 30 78,000. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. Which of the following statement is true? Fixed capital account will always have credit balance. Current account can have a positive or negative balance. Fluctuating capital account can have positive or negative. All the above. Fixed capital account will always have a credit balance. Current account can have a positive or negative balance. Fluctuating capital account can have a positive or negative balance. All the above are the correct answer. And which accounts are opened when capital are fixed? Fixed ആണ് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ as well as കറണ്ട് അക്കൗണ്ട് രണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ. Which account are opened when capital are fluctuating? Only capital account. Fluctuating ആണെങ്കിൽ capital account മാത്രം മതി. അടുത്തത്, if the partner account is fluctuating, in that case following items will be recorded in the credit side of the capital account. Fluctuating ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ആൾ ഓഫ് ദി അബോവ് എല്ലാം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വിൽ ബി ഡെബിറ്റഡ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എവിടെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെബിറ്റ് ചെയ്യുന്നത് P&L അപ്രോപ്രിയേഷൻ. ഓക്കെ. അടുത്തത്, the interest on partners capital will be credited to partners capital account. Then for the firm interest on drawings is income. Drawings എന്ന് പറഞ്ഞാൽ പാർട്ണർ കൊണ്ടുവന്ന കാശിന് ബിസിനസ്സിലോട്ട് പൈസ തരികയാണ്. ഇസ് ഇൻകം ടു ദ ബിസിനസ്. ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ഡ്രോയിങ് വിൽ ബി ഡെബിറ്റഡ് ടു, എവിടെ ഡെബിറ്റ് ചെയ്യുന്ന? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്. വെൻ എ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ ഫ്ലോട്ടിംഗ്, which one of the following item be written on the credit side of the partner's capital account? Interest on drawings, loan advanced by partner's share of the loss, salary to act. When a partner's capital account are floating, which one of the following item will be written on the credit side of the partner's capital? Interest on drawings, loan advanced by partner's share of firm's loss, salary ആണ് credit ചെയ്യുന്നത്. Okay. When a partner's capital account are fixed, which one of the following items will be written in the partner's capital account? The partner's capital account are fixed. Which one of the item will be written in the partner's capital account? Partner's drawings account, additional capital introduced, loan taken. നമ്മൾ capital fixed ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ട് ചെയ്യുന്ന അഡീഷണൽ ക്യാപിറ്റൽ റീഅഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം അതിനകത്ത്. ക്യാപിറ്റൽ റീഅഡ്ജസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ വിഡ്രോവലോ അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റലോ അങ്ങനെയൊക്കെ വരുന്ന എല്ലാ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്യും. ദ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് വിൽ ബി ക്രെഡിറ്റഡ് ടു P&L appropriation account. For the firm, interest on capital is and loss and expense എന്ന് പറയാം.
On 1st April 2000, Z has 2 lakh. On 1st October, he introduced additional capital 1 lakh. Interest on capital 6%, 31st March. അപ്പോൾ ഇയാളിൽ 1st April 2 lakh ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫുൾ ഇൻട്രസ്റ്റ് വരും അല്ലേ. 2 lakh of 6% ആകുമ്പോൾ 2 lakh into 6% ആകുമ്പോൾ 12,000 plus 1 lakh only introduced on 1st October. 6 മാസത്തേക്ക് അല്ലേ. 6 മാസത്തേക്കാണ് 3,000. ഓക്കെ. അപ്പോൾ 12 plus 3 15,000. D ആണ് കറക്റ്റ് ആൻസർ. XY are partners 3:2. Their capital are 7,20,000 and 1 lakh respectively. Interest on allowed 8%. Profit 7 lakh for the year ended 30%. Interest on capital will be. അപ്പോൾ their capital 2 lakh 1 lakh ആണ്. Interest on capital allowed 8% per annum. The profit 60,000 അല്ലേ. 60,000 ഉള്ളൂ. for the year ended 30. Interest on capital will be. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ 2 lakh 1 lakh. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 ലാഖിൻ്റെ എത്ര ശതമാനമാണ്? 8%. 2 ലാഖിൻ്റെ 8% ആകുമ്പോൾ 16,000 അല്ലേ. 16ഉം 8,000. അപ്പോൾ നമുക്കത് കൊടുക്കാമല്ലോ, കുഴപ്പമില്ല. ഇത് പ്രോഫിറ്റ് ദർ ഈസ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഈസ് ദർ. ഒക്കെ can take interest on capital. Partners are supposed to pay interest on drawings only when provided agreement permitted agreed by partners. Provided agreement ഉണ്ടെങ്കിൽ where will you record interest on drawings? Debit side of P&L appropriation, credit side of P&L appropriation. Record the interest on drawings. Debit side of P&L appropriation, credit side of P&L appropriation, credit side of P&L account, debit side of capital bar fund account only. The credit side of P&L appropriation. If date of drawings of the partner is not given in question, interest is charged average 6 months. Vikas is a partner in a firm. Drawings during the year ended 31st March 2019, 72,000. Interest on drawings is charged at the rate of 9%. Interest charged will be his drawings during the year ended 31st March 2019. When the Vikas drawing during the year ended 31st March 72,000. Interest on drawing 9%. നമ്മൾ ആവറേജ് 6 months ഒന്നും പറയുന്നില്ലെങ്കിൽ ആവറേജ് 6 months കണ്ടുപിടിക്കുക. 3240. Fixed amount withdrawn on the first day of every month അല്ലേ. ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6.5 6.5 മാസത്തേക്ക് കാണും. അത് ഇഫ് ദ ഫിക്സഡ് എമൗണ്ട് ഈസ് വിത്ഡ്രോൺ ബൈ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 5.5 monthsന് കാണും. ഇഫ് ദ ഫിക്സഡ് എമൗണ്ട് വിത്ഡ്രോൺ ബൈ ഇൻ ദ മിഡിൽ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6 months കാണും. If a firm is a partner withdraw 5,000 per month on first day of every month during the year for person if the interest on drawings is charged 6% per annum. Interest will be. അപ്പോൾ ഇവിടെ നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിൽ 5,000 per month ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് അല്ലേ. അപ്പോൾ കുഴപ്പമില്ല. 5,000 into 12 നമുക്ക് 16,000 കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് കാണാം എവരി ഡേ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആകുമ്പോൾ നമ്മൾ 6.5 monthsന് കണ്ടാൽ മതി. കറക്റ്റാണ്. ഓക്കെ. അല്ല B 1950 ആണ് കറക്റ്റ്. അടുത്തത് അജയ് ഈസ് എ പാർട്ണർ ഇൻ എ ഫേം വിത്ഡ്രോ 2,000 per month ദ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആകുമ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല, ടോട്ടൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു ലാസ്റ്റ് ഡേ ഓഫ് മന്ത് ആകുമ്പോൾ നമ്മൾ 5.5/12. അതുപോലെ ഇഫ് എക്സ് ഈസ് എ പാർട്ണർ ഇൻ എ ഫേം ഹി വിത്ഡ്രോ റെഗുലർലി 1,000 ബിഗിനിങ് ഓഫ് എവരി മന്ത് ഫോർ ദ 6 months എൻഡിങ് 31st March. അപ്പോൾ 6 മാസം അവസാനിക്കുന്ന എൻഡിങ്ങിൻ്റെയാണ് നമ്മൾ കാണാൻ പറയുന്നത്. അപ്പോൾ 1,000 into 6, 6,000 into 8% into 6 plus 1 divided by 2, 3.5 monthsന് വേണം കാണാൻ. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ 140 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. വൈ എ പാർട്ണർ ഹി വിൽ റെഗുലർലി 3,000 അറ്റ് ദി എൻഡ് ഓഫ് എവരി മന്ത് ഫോർ ദ 6 month എൻഡിങ്. അവിടെ എൻഡാണ് 6 months എൻഡിങ് ആണ്. അപ്പോൾ 3,000 into 6 into rate into 6 minus 1 divided by 2, 2.5 monthsന് കാണണം. മന്ത് 6 months എൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ചാർജ് ഇവിടെ പീരീഡ് ഒന്നും പറയുന്നില്ലെങ്കിൽ ആവറേജ് 6 monthsന് കാണുക. ഓക്കെ. ഇനി എ പേഴ്സൺ വിത്ഡ്രോ 8,000 ഈച്ച് 1st April 1st October
ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് വിൽ ബി 1st April 1st October അല്ലേ. ദിസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വിൽ ബി 6% per annum. അപ്പോൾ നമുക്കിപ്പോൾ 8,000 ഫോർ ഫുൾ 1 year കാണണം അല്ലേ. 6%, മറ്റേ 8,000 1st October ഹാഫ് ഇയറിൽ കണ്ടാൽ മതി അല്ലേ. അപ്പോൾ 8,000 6% ആവും 4,800 അല്ലേ. 480 480 to total 720 വരും. ഓക്കെ, 720 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് പാർട്ണർ ഡ്രോ 2,000 1st month and 1st July 1st October 1st January അല്ലേ. എല്ലാം ബിഗിനിങ് ഓഫ് എവരി ക്വാർട്ടറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആവറേജ് 7.5 months കണ്ടാൽ മതി. ഓക്കെ, ഇനി അനു ഈക്വൽ പാർട്ട്നേഴ്സ് ഫിക്സഡ് ക്യാപിറ്റൽ 2 lakh and 1 lakh respectively after closing the account for the year ending 31st March 2009. It was discovered that interest on capital 8% per annum was omitted to provide adjustment entry. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ഒമിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട ക്രെഡിറ്റ് റിക്വയർഡ്. അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് റിക്വയർഡ് എഴുതുക. എന്നിട്ട് ഈ ക്രെഡിറ്റ് നമ്മൾ അവിടെ ഒമിഷൻ വന്നതുകൊണ്ട് ദിസ് വിൽ ബി ഷെയർഡ് ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ റേഷ്യോ ഒന്നും പറയുന്നില്ല, ഈക്വൽ പാർട്ട്നേഴ്സാണ് അല്ലേ, ഈക്വൽ പാർട്ട്ണർ. അപ്പോൾ ശരിക്കും നമ്മൾ 16,800 കിട്ടേണ്ടടുത്ത് 12,12 ആണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കാണുമ്പോൾ 4,000 അനുവിന് കിട്ടാനുണ്ട്, തനുവിന് നമ്മൾ 4,000 പിടിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇയാൾ അനുവിനെ ക്രെഡിറ്റ് ചെയ്യണം, തനുവിനെ ഡെബിറ്റ് ചെയ്യണം. ഇത് 4,000. ലാസ്റ്റ് അനു വിൽ ബി ക്രെഡിറ്റഡ് ആൻഡ് തനു വിൽ ബി ഡെബിറ്റഡ് 4,000. ഇതാണ് സി ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ സോണി റോമി ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ 4 lakh 3 lakh റെസ്പെക്റ്റീവ്ലി ക്ലോസിംഗ് ദി ഇയർ. ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് പറ്റി. 8% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് അറ്റ് ദ റേറ്റ് ഓഫ് 8% ഇൻസ്റ്റെഡ് ഓഫ് 10%. 10% പകരം 8% ആയിപ്പോൾ. അപ്പോൾ 2% അവിടെ ഷോർട്ട് വന്നു. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ഡയറക്റ്റ് 2% കണ്ടാലും മതി, അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് വന്നേക്കുന്നത് 8,000 6,000 ആണ് ഷോർട്ട് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ 8 + 6 14,000 നമ്മൾ റേഷ്യോ പ്രകാരം ഈക്വൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ എങ്ങനെ പോയി 7. അപ്പോൾ 8 - 7 1,000. ഇവിടെ 1,000 ഇയാൾ സർപ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 7,000 സോണിക്ക് കിട്ടാനുണ്ട്, റോമിയുടെ നിന്ന് പിടിക്കാനുണ്ട്. റോമിയെ ഡെബിറ്റ് ചെയ്യണം, സോണിയെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, 1,000 സോണിയെ ക്രെഡിറ്റ് ചെയ്യണം, റോമിയെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതുപോലെ ആശ ആൻഡ് Vibhasha equal partners 5 lakh after closing year 31st March discovered that interest on capital was provided 6% instead of 5% അല്ലേ, കൂടുതലെടുത്തു. അപ്പോൾ നമുക്ക് എത്രയാണോ സർപ്ലസ് നിൽക്കുന്നത് അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ ഇയാൾക്ക് നെഗറ്റീവ്, ഇയാൾക്ക് 5,000 2,000 ആണ് അധികം നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വലായിട്ട് ഷെയർ ചെയ്യുമ്പോൾ 7,000 രൂപ 1,500 ആണ് ഇവിടെ വരുന്ന ആൻസർ. 1,500 അധികം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ, ആശ ഈസ് ഡെബിറ്റഡ് അല്ലേ 1,500, വിഷ്വാസ് ക്രെഡിറ്റഡ് 1,000. ഓക്കെ, ഇനി അതുപോലെ പി ക്യു ആർ പ്രോഫിറ്റ് ഷെയറിൽ 2:1 90,000 60,000 റെസ്പെക്റ്റീവ്ലി. ഇവിടെ നമ്മൾ എല്ലാത്തിലും അങ്ങനെ എടുക്കുക. ആക്ച്വൽ ക്രെഡിറ്റ് റിക്വയർഡ് ആദ്യം എഴുതുക, റോങ്ലി ക്രെഡിറ്റഡ്. അപ്പോൾ ആ ഡിഫറൻസ് എടുത്തിട്ട് നമുക്കിപ്പോൾ നോർമൽ ബാലൻസ് വരികയാണെങ്കിൽ ഈ ഡിഫറൻസ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടേണ്ടതിന് പകരം ഡിഫറൻസ് നമ്മൾ അത്രയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി നമ്മൾ എടുക്കേണ്ട അവിടെ ബേസിക് ആയിട്ടുള്ള ഒരു അസംഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് പ്രോഫിറ്റ് റേഷ്യോയിൽ ഷെയർ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അതാണ് നമ്മളവിടെ റോങ് ആയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവോ പോസിറ്റീവോ വരും. അപ്പോൾ നെഗറ്റീവ് വരുന്ന ആളെ നിന്ന് പിടിക്കുക, പോസിറ്റീവ് വരുന്ന ആൾക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ പിയുടെ നിന്ന് പിടിച്ച് ക്യൂവിന് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പാർട്ടിലുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിന് എല്ലാവരും ഈ CBSE എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ഈ സീരീസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഫസ്റ്റ് വീക്കെൻഡോടുകൂടി നമുക്ക് ഈ പറഞ്ഞ എല്ലാ മോഡ്യൂളും നിങ്ങളുടെ പോർഷൻ വരുന്ന ഐറ്റത്തിൻ്റെ MCQ ഇങ്ങനെ ഓരോ സീരീസ് ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് 100% സ്റ്റുഡൻസിന് പ്രയോജനകരമാണെന്നാണ് വിശ്വാസം. ഓക്കെ, ബൈ.